രണ്ടാമത് ടിപ്സ് ഇതെന്താ അറിയോ, ഇത് മുരിങ്ങൻ്റെ തണ്ട്. ഇപ്പം ഈ മുരിങ്ങൻ്റെ ഇല എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് ബാക്കിയാവും. അപ്പോൾ ആ തണ്ട് തിളപ്പിച്ച വെള്ളമാണിത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഒരു നല്ലൊരു ഔഷധമാണ്. ഇതൊന്നും ചിലർക്ക് അറിയില്ല അതിനെ പറ്റി. മുരിങ്ങൻ്റെ ഇല എന്താണ്, മുരിങ്ങ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഇതിൽ കുറച്ച് പേർക്ക് മാത്രം അറിയാം, ഇതിനെ പഠിച്ച ആൾക്കാർക്കും അതിനെപ്പറ്റി വായിച്ച ആൾക്കാർക്കും. അപ്പോൾ നിങ്ങൾ ഈ മുരിങ്ങൻ്റെ ഇല എടുത്തതിന് ശേഷം തണ്ട് നന്നായിട്ട് കഴുകണം. ഇവിടെ മരുന്നടിക്കണോണ്ട് നന്നായിട്ട് കഴുകുക. കഴുകിയതിൻ്റെ ശേഷം നല്ല വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കുക. നല്ല തിളക്കണം. നല്ല തിളച്ചിട്ട് ഈ വെള്ളം ഒരു പച്ച കളറാവുന്നവരെ തിളപ്പിക്കുക. തിളപ്പിച്ചതിൻ്റെ ശേഷം നിങ്ങൾ രാവിലെ, രാത്രി, ഉച്ചക്കൊക്കെ നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിന് ബദൽ ഈ വെള്ളം കുടിച്ചു നോക്കി. നിങ്ങൾക്ക് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കുടിക്കേണ്ട, ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു പ്രത്യേക എനർജി ആയിരിക്കും. കാരണം ജോലിക്ക് പോകുമ്പോൾ തൂക്കമോ, ജോലിക്ക് താല്പര്യമില്ലായ്മ, എല്ലാ കാര്യത്തിലും നിങ്ങൾ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്തു നോക്കി. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്കൊന്നും ഒരു രൂപ മുടക്കില്ലാത്ത സംഗതിയാണ്. മുരിങ്ങയില ഇഷ്ടം പോലെയാണ്. യു എയിൽ സുലഭമാണ്. യു എയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാട്ടിൽ ഇത് കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇതൊന്നും കൂടി പറയുകയാണെങ്കിൽ മുരിങ്ങൻ്റെ തണ്ട് നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം പാർന്ന് നല്ല തിളപ്പിച്ചിട്ട് ഈ പച്ചവെള്ളം ഈ മഞ്ഞ കളർ, ഈ ഒരു പച്ച കളറാവുന്നവരെ തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നിങ്ങൾ രാത്രി, രാവിലെ, ഉച്ചക്ക് ഓരോ ഗ്ലാസ് കഴിച്ചു നോക്കി. കഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എനർജി ഒരു മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ്, പിന്നെ മറവി, പിന്നെ രക്തശുദ്ധീകരണം, പിന്നെ രക്തം സർക്കുലേഷൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതിക്കും പറ്റിയ ഒരു ഔഷധമാണ് മുരിങ്ങ. അതിൻ്റെ വെള്ളമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല തന്നെ ഇവിടുന്ന് ഉണക്കി പൊടിച്ചു കൊണ്ടുപോകണം. നാട്ടിൽ സാലനയിൽ കറി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ഇടുക. അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. ഓക്കെ. ഇത് നമുക്കൊരു റുപ്യേൻ്റെ ചിലവില്ലാത്തതാണ്. പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.